ദാനിയേലിന്റെ പുസ്തകത്തിലൂടെ ഒരു യാത്ര. ബാബിലോണിലേക്കുള്ള യഹൂദരുടെ നാടുകടത്തൽ, സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും തകർച്ചയും, ചരിത്രത്തിൽ കാണുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ തെളിയിക്കുന്ന അനേക ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നതായ ഒരു മനോഹരമായ കൃതിയാണ് വെളിപ്പാട് സാഹിത്യ കൃതിയായ ദാനിയേലിന്റെ പുസ്തകം. ഇത് ചരിത്രപരമായ ആഖ്യാനത്തെ ദർശനങ്ങളുമായും പ്രവചനങ്ങളുമായും സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദാനിയേലിന്റെ പുസ്തകത്തെ പ്രധാനമായും 2 ഭാഗങ്ങളായി നമുക്ക് തരം തിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ കഥകളാലും അതുപോലെ തന്നെ കൊട്ടാര വൃത്താന്തങ്ങൾ, സ്വപ്നങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ്. ഇത് കുറച്ചൊക്കെ കൗതുകകരവുമാണ് എന്ന് പറയാനായിട്ട് കഴിയും. പൊതുവെ ഈ ഭാഗം വായിക്കുവാനും ശ്രദ്ധിക്കുവാനായിട്ടും എല്ലാവർക്കും താല്പര്യവുമാണ്. അതാണ് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ബൈബിൾ സ്റ്റഡിയൊക്കെ കേൾക്കുമ്പോൾ ആദ്യത്തെ ഭാഗം കേൾക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യത്തോടുകൂടെ കടന്നു വരും. പിന്നീട് ആ ഒരു ഫ്ലോ കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് 7 മുതൽ 12 വരെയുള്ള ഭാഗം പ്രവചനാത്മകമായ വിവരണങ്ങളും വെളിപ്പാട് സാഹിത്യത്തിൻ്റെ ചില പ്രത്യേക വിവരണങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ഇത് വായനക്കാർക്ക് അത്ര കണ്ട് താല്പര്യം ഉണ്ടാകണം എന്ന് ഇല്ല. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുവാനും അറിയുവാനും അതിലെ ചില സൂചനകളിൽ ആനുകാലികവും ചരിത്രപരവുമായ പ്രസക്തി കണ്ടെത്തുവാനും കഴിയും എന്നത് ഒരു പ്രത്യേകതയാണ്. ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രാജ്യങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ദിനവൃത്താന്തങ്ങളോടൊപ്പം ഇസ്രായേലിന്റെ ചരിത്രവും അവരുടെ ദൈവശാസ്ത്ര ബോധവും നന്നായി മനസ്സിലാക്കുവാൻ ഈ പഠനം സഹായകരമാണ്. അക്ഷരീയവും അതിലേറെ അനുവാദാത്മകമായ അനേക വേദപുസ്തക പഠനങ്ങൾ ഇന്ന് ധാരാളം ലഭ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പഠനത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഒരു വലിയ അന്വേഷണ മാത്രമാണ് ഇവിടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് എന്ന് ആദ്യമേ തന്നെ അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമതായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാകുന്നത് നല്ലതാണ്. ചരിത്ര പശ്ചാത്തലം, ലോക പ്രവാസവും ലോകശക്തികളെയും കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കും. ഒന്നാമത് നാം കാണുന്നത് ബാബിലോണിയൻ നാടുകടത്തലാണ്. ചരിത്രത്തിൽ നടന്നതായ സംഭവമാണ്. BC 605 മുതൽ 539 വരെയുള്ള കാലഘട്ടം. ബാബിലോണിയൻ പ്രവാസം യഹൂദ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക കാലഘട്ടമായിരുന്നു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ BC 605 യെരുശലേം ഉപരോധിക്കുകയും ദാനിയേലിനെയും കൂട്ടാളികളെയും, അതായത് ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർ ഉൾപ്പെടുന്ന അനേകം യഹൂദ വരേണ്യവർഗത്തെ നാടുകടത്തിയതായ ഒരു കാലഘട്ടം. ദൈവജനത്തിന്റെ പ്രവാസ ജീവിതം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ജനത്തിന് ഉണ്ടായതായ അല്ലെങ്കിൽ അവരെ പ്രവാസത്തിലേക്ക് നയിച്ചതായ ചില സംഭവങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കുവാനായിട്ട് ശ്രമിക്കാം. BC 722 അസീറിയ ഇസ്രായേൽ എന്ന വടക്കൻ രാജ്യം കീഴടക്കി. BC 605 ആണ് നെബൂഖദ്നേസറിന്റെ കീഴിൽ ആദ്യത്തെ നാടുകടത്തൽ, ആദ്യം നമ്മൾ പറഞ്ഞ നാടുകടത്തൽ സംഭവിച്ചത്. BC 597 രണ്ടാമത്തെ നാടുകടത്തൽ. ആ കാലഘട്ടത്തിലാണ് യെഹെസ്കേലിനെ പിടിച്ചുകൊണ്ട് പോകപ്പെടുന്നത്. BC 586 യെരുശലേമും ആലയവും നശിപ്പിക്കപ്പെടുന്നു. യഹൂദ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. BC 539 ബാബിലോൺ
പേർഷ്യൻ സാമ്രാജ്യ ശക്തിക്ക് കീഴടങ്ങുന്നു. പാസി രാജാവായ കോരേഷ് യഹൂദന്മാരെ തങ്ങളുടെ ജന്മനാട്ടിലേക്ക് പോകുവാനായിട്ട് അനുവദിക്കുന്നു. ഇസ്രായേൽ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാവുന്നതാണ്. ദാനിയേലിന്റെ കാലഘട്ടത്തിലെ പ്രധാന ഭരണാധികാരികളെക്കുറിച്ച് ഒരു വിവരണം അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ബാബിലോണിയൻ സാമ്രാജ്യമാണ് 605 മുതൽ 539 വരെ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കും. നെബൂഖദ്നേസർ രണ്ടാമൻ യഹൂദയെ കീഴടക്കി ദേവാലയം തകർത്തു. ദേവാലയത്തിലെ പാത്രങ്ങളും വിശുദ്ധ വസ്തുക്കളുമെല്ലാം കടത്തുവാനായിട്ടിടയായി തീർന്നു. ദാനിയേലിന്റെ പുസ്തകം 1 മുതൽ 4 വരെ നെബൂഖദ്നേസറിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ബെൽസസറിനെ കുറിച്ച്, നെബൂഖദ്നേസറിന്റെ മകനായ ബെൽസസർ ഒരു ഭരണം നടത്തുന്നുവെങ്കിലും ചക്രവർത്തി നെബൂഖദ്നേസർ തന്നെയാണ് എന്നുള്ളതും നമ്മൾ ആ ഭാഗത്ത് കാണുന്നതായ ഒരു പ്രത്യേകതയാണ്. ദാനിയേൽ 5-ാം അധ്യായം ബാബിലോണിനെ പേർഷ്യയ്ക്ക് നഷ്ടപ്പെടുന്നതായ അല്ലെങ്കിൽ പേർഷ്യ ബാബിലോണിനെ കീഴടക്കുന്നതായ ഒരു കാലഘട്ടം. മെഡോ പേർഷ്യൻ സാമ്രാജ്യം അത് മഹാനായ കോരേഷിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാരെ തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങി ചെന്ന് അവരുടെ ദേവാലയവും അവരുടെ പട്ടണവും പുനർനിർമ്മിക്കുവാനായിട്ട് അനുവാദം നൽകും. ദാരിയാവിഷിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ കാലഘട്ടത്തിലാണ് ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞ് കളയപ്പെടുന്നത്. പിന്നീട് അവിടെ വന്ന് വിടുവിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ കാണാം. ഗ്രീക്ക് സാമ്രാജ്യം, മഹാനായ അലക്സാണ്ടർ പേർഷ്യ കീഴടക്കി അദ്ദേഹത്തിന്റെ രാജ്യം പിന്നീട് തന്റെ 4 ജനറൽമാർക്ക് ഇടയിൽ വിഭജിക്കപ്പെടുകയും ആ സാമ്രാജ്യം അതായത് 4 രാജ്യങ്ങളായി തന്റെ കീഴിലുണ്ടായിരുന്ന ജനറൽമാർ ഭരിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് സെലൂസിഡും ടോളമിക് ഭരണവും ദേവാലയത്തെ അശുദ്ധമാക്കി ആന്റിയോക്കസ് 4-ാമൻ എപ്പിഫാനസിന്റെ കീഴിൽ ക്രിസ്തുവർഷം 167 മുതലുള്ള ആ കാലഘട്ടത്തിൽ ശക്തമായ അടിച്ചമർത്തലിലേക്കും ക്രൂരമായ പീഡനങ്ങളിലേക്കും ജനം നയിക്കപ്പെടുവാനിടയായിത്തീർന്നു. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതുപോലെ തന്നെ 11-ാം അധ്യായവും അത് സൂചിപ്പിക്കുന്നു. റോമാ സാമ്രാജ്യം 167 BC അത് തുടങ്ങി പുതിയ നിയമ കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്നു. റോം ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ക്രിസ്തുവിന്റെ കാലത്ത് വരെയും അത് തുടരുന്നതാണ് നാം കാണുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയവും ഉദ്ദേശവും എന്താണ്? തീംസ് ആൻഡ് പർപ്പസ് ഓഫ് ദാനിയേൽ. ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. അവിടുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നു. ദൈവം ലോകത്തെ നിയന്ത്രിക്കുന്നു. God's sovereignty. He controls world history. ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നതായ ദൈവം. പ്രവാസത്തിലെ വിശ്വസ്തത ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ദാനിയേലും അവരുടെ സുഹൃത്തുക്കളും വിശ്വസ്തരായി അവർ പഠിച്ച കാര്യങ്ങളെ നിലനിർത്തുന്നു. ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനം ലോക സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ പ്രതിപാദിക്കുന്നു. 7-ാം അധ്യായത്തിൽ മശീഹയിക പ്രത്യാശ, മനുഷ്യപുത്രന്റെ ദർശനം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ വളരെ കൗതുകം നൽകുന്നതായ മനോഹരമായൊരു പ്രവചന പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. അത് വായിക്കുവാനും പഠിക്കുവാനും തുടർന്നുള്ള കുറച്ച് നാളുകൾ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താല്പര്യത്തോടുകൂടി തുടർന്നുള്ള എപ്പിസോഡുകൾ ശ്രദ്ധിക്കുവാനായിട്ട് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു.